ഇതുണ്ടോ, ഞാൻ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഈ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് നമുക്ക് വരുന്നത്. അത് ഏത് റിലീജിയൻ ആയാലും നമ്മളത് അവരവരുടെ റിലീജിയനിൽ വിശ്വസിച്ച് അതിലുള്ള നല്ല കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഇതുപോലെ വിളക്ക് കത്തിക്കുക, സാമ്പ്രാണിത്തിരി കത്തിക്കുക, ഇതുപോലുള്ള ഈശ്വരന്മാരുടെയൊക്കെ പടങ്ങളൊക്കെ വയ്ക്കുക, അത് കാണുക, അതൊക്കെ ഇങ്ങനെ അതിലേക്ക് നോക്കിയിരിക്കുമ്പം തന്നെ നമുക്ക് ഒരുപാട് പോസിറ്റീവ് എനർജിയാണ് നമുക്ക്. അതുപോലെ ജീവിതത്തിലൊരു അടുക്കും ചിട്ടയൊക്കെ വരും. അപ്പം പ്രാർത്ഥിക്കാൻ ഇതുവരെ മടിച്ചിരിക്കുന്നവരൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. ഒരുപാട് പോസിറ്റീവ് എനർജി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും ഈ പ്രാർത്ഥനയിൽ കൂടിയൊക്കെ. അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ ജ്ഞാനപ്പാന ഇതുപോലെയുള്ള ചെറിയ ബുക്ക് കിട്ടും വാങ്ങിക്കാനായിട്ട്. പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതിൽ എന്തിൻ്റെ കുറവ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അത് ജസ്റ്റ് ഒന്ന് വായിക്കുവാന്നേ. എന്തിൻ്റെ കുറവ്? കാലമിന്നു കലിയുഗമല്ലയോ, ഭാരതം ഈ പ്രദേശവും അല്ലയോ, നമ്മളെല്ലാം നരന്മാരുമല്ലയോ, ചെമ്മേ നന്നായി നിരൂപിപ്പിനെല്ലാരും. ഹരിനാമങ്ങളില്ലാതെ പോകയോ, നരകങ്ങളിൽ പേടി കുറകയോ, നാവ് കൂടാതെ ജന്മമതാകയോ, നമുക്കിന്നി വിനാശമില്ലായകയോ. കഷ്ടം കഷ്ടം നിരൂപണം കൂടാതെ ചുട്ടു തിന്നുന്നു ജന്മം പഴുതേ നാം. ഈ ഒരു ഭാഗമാണ് എന്തിൻ്റെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ വിവർത്തനം ഇതിൻ്റെ ബാക്ക് സൈഡിൽ കിടപ്പുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം എന്താണ് ഇവിടെ പറയുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു വിവർത്തനം ഇങ്ങനെയാണ്: ഇത് കലികാലമാണെന്ന് അറിയണം, ദേശം ഭാരതമാണെന്നും കരുതണം. ഇപ്പോൾ കൈവന്നിരിക്കുന്നത് ശ്രേഷ്ഠമായ മനുഷ്യജന്മമാണ്. മനുഷ്യജന്മം കൊണ്ട് കർമ്മബന്ധനം നശിപ്പിക്കാനുതകുന്ന പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കൂ. മോക്ഷം ആവശ്യമാണ്. എല്ലാം നന്നായി ആലോചിച്ചുകൊണ്ട് ഉണ്ടാകണം. ഹരിനാമ കീർത്തനം ചെയ്യാതെ ജന്മം കളയണം. നരകങ്ങളിൽ ചെന്ന് പെടണം. മുക്തി വേണ്ടയോ? ഹരിനാമ കീർത്തനം ചെയ്യാതെ മോക്ഷം ലഭിക്കുകയില്ല. എല്ലാം നന്നായി ആലോചിച്ചു കൊള്ളണം. എന്തുകൊണ്ടാണ് നാമകീർത്തനം ചെയ്യാത്തത്? നാവില്ലാത്തത് കൊണ്ടാണോ? അതോ നമുക്കാർക്കും മരണമുണ്ടാകില്ലെന്നത് കൊണ്ടാണോ? എന്തിന് പാപദുരിതങ്ങളെപ്പറ്റി ചിന്തിക്കാതെ നാം ജന്മം പാഴാക്കുന്നു എന്നാണ് ഇവിടെ. ഇത് പോസ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ അർത്ഥം കൂടുതലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇത് കലികാലമാണ്. നമുക്ക് ഈ കലികാലത്തിൽ ഹരിനാമകീർത്തനം, നമ്മൾ നാമജപം അത്യാവശ്യമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. നമുക്കൊരു കുഴപ്പവും വരുത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ സിംപിളി അങ്ങ് പോകും. അങ്ങനെ ആവരുത്. എപ്പോഴും ഈശ്വര ഭജനവും ഉണ്ടായിരിക്കണമെന്നാണ് പറയുന്നത്. അത് എല്ലാവരെയും ഒന്ന് ഓർമ്മിപ്പിക്കുവാണ് നമ്മളെ ജ്ഞാനപ്പാനയിൽ കൂടി. അതാണ് പറയുന്നത്. ഇത് കലികാലമാണ്, ദേശം ഭാരതമാണ്. ഇവിടെ കൈവന്നിരിക്കുന്ന ശ്രേഷ്ഠമായ ഈ മനുഷ്യജന്മം എന്ന് പറയുന്നത് ഏറ്റവും വളരെ ശ്രേഷ്ഠമായ ജന്മമാണ്. മറ്റുള്ള ജന്മങ്ങളെക്കാട്ടിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ജന്മമാണ് മനുഷ്യ ജന്മം. അപ്പം നമ്മൾ അത്യാവശ്യമായിട്ടും നാമജപം വേണമെന്നാണ് പറയുന്നത്. ഈ ഒരു പങ്ക്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എല്ലാം കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് പ്രാർത്ഥനയോട് കൂടിയിട്ടും എല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരും. അതുപോലെ ഞാൻ ഈ ഭാഗവതം ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട്. അതിന് ഇന്ന ദിവസമൊന്നോ അങ്ങനെയൊന്നുമില്ല, ഇന്ന സമയം, എനിക്കങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ഈ ഒരു പുസ്തകം നല്ലതാണ്. ഗദ്യപരിഭാഷ സഹിതം തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ച വിനായക ബുക്സിൻ്റെയാണ് ഈ ഒരു ഭാഗവതം. അപ്പോൾ ഇതിൽ നല്ല വിശദീകരിച്ച് ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ ഇതിൻ്റെ വിശദീകരണവും കൊടുത്തിട്ടുണ്ട്, എല്ലാ സ്കന്ധങ്ങളുടെയും. അപ്പോൾ ഇതിൽ എല്ലാ നമ്മുടെ വിഷ്ണു സഹസ്രനാമവും എല്ലാം ഇതിലുണ്ട്. അച്യുതാഷ്ടകം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം ഞാൻ ഓരോ ദിവസം ഓരോ കീർത്തനങ്ങൾ ചൊല്ലും. അതേണ്ട ശ്രീ മഹാഭാഗവത കീർത്തനം. ഇത് നാരായണ ജയ വരദ ഹരികൃഷ്ണ എന്നുള്ളൊരു കീർത്തനമാണ്. അങ്ങനെ കൃഷ്ണരാമ ഹരിയുണ്ട് ഇവിടെ, കൃഷ്ണ മുകുന്ദ ജനാർദ്ദന. അതും ഇതിപ്പം എല്ലാം ഒന്നിച്ച് ചൊല്ലണം എന്നില്ല. ഒരു ദിവസം സമയാനുസരണം നമുക്കിതിപ്പോൾ ഒരു കീർത്തനം നമുക്കൊരു ദിവസം ചൊല്ലാം. അങ്ങനെ ചെയ്ത് ചെന്നാലും മതി. ഇത് കണ്ടോ, നാരായണ നമ്മ ആ ഒരു കീർത്തനവും കിടപ്പുണ്ട്. പിന്നെ ഇത് നമുക്ക് പതുക്കെ ഓരോ പേജായിട്ട്
നമുക്ക് വായിച്ച് പോകാം. ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഞാൻ നോക്കുന്നില്ല. എനിക്ക് എൻ്റെ സമയം പോലെയാണ് ഞാൻ വായിക്കുന്നത്. നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്ന നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. നമുക്കതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ലതേ വരികയുള്ളൂ. നമുക്കൊരു അച്ചടക്കം ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ, ഒരു അടുക്കും ചിട്ടയൊക്കെ, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ഭാഗം ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കീർത്തനമാണ്. എയർ ഫ്രയറിൽ സാൽമൺ വറുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഞാൻ കുറച്ച് മുളക് പൊടി, 2 സാൽമന് വേണ്ടിയിട്ടാണ് കുറച്ച് മുളക് പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകും പിന്നെ കുറച്ച് നാരങ്ങ നീരുമാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ, ഇനി കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഇനി ഓയിൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ എയർ ഫ്രയറിൽ ഫ്രൈസിൻ്റെ ഉണ്ട് 200 ഡിഗ്രി, സ്റ്റീക്ക് 180 ഡിഗ്രി, ചിക്കൻ 180, കേക്ക് 160, മീറ്റ്, ബ്രെഡ്, ഇതെല്ലാം ചെയ്യാം ഇതിനകത്ത്. അപ്പോൾ നമ്മളിതിൽ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ വെച്ചിട്ടാണ്. ചിക്കൻ്റെ 180 ഡിഗ്രി സെൽഷ്യസ് ആണ്, 18 to 22 മിനിറ്റ്സ് ആണ് ഇതിലെഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യാം ഇതിൽ. അപ്പം ഇതിനകത്ത് ഇത് അനുസരിച്ചിട്ട് വേണം നമ്മളിതിൽ, ഈ ഒരു ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് വേണം നമ്മളിതിൽ ഫ്രൈ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ അതിൻ്റെ റീഡിങ്സ് ഒക്കെ കാണിക്കും. അതുപോലെ ഇവിടെ ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. എന്നിട്ട് ഇതൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇത് ഇങ്ങനെ മുകളിലോട്ടാക്കി ഇതിങ്ങനെ ഇളകി വരും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. ഇത് അടച്ച് വെക്കാം. അടച്ച് ഇങ്ങനെ ഇതിനകത്തോട്ട് കയറ്റി വെക്കാനായിട്ട് പറ്റും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം വരുന്നത്. അപ്പം നമുക്കിതിനകത്ത് ഫിഷ് വെക്കാം. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഫിഷ് വെക്കുവാന്നേ. അപ്പം ഇതിൻ്റെ അടിയിൽ നമുക്ക് എന്തെങ്കിലും ബട്ടർ പേപ്പർ ആയിരിക്കും. ഞാൻ ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ല. അലൂമിനിയം ഫോയിൽ എന്തായാലും ഇടണ്ട. അപ്പം അതിനെക്കുറിച്ച് ഞാൻ ഇപ്പം അങ്ങനെ പറയുന്നില്ല, അത് കൺഫേം അല്ലാത്തതുകൊണ്ട്. ഏതെങ്കിലും ഒരു ഐ തിങ്ക് ബട്ടർ പേപ്പർ ആണെന്ന് തോന്നുന്നു ഇടാൻ പറ്റുന്ന, അങ്ങനെ ഒരു ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഇതിനകത്തൊന്നും ചെയ്യുന്നില്ല എൻ്റെ അടിഭാഗത്ത്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് നമ്മളിതിനെ ഫ്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ഇതിലേക്ക് കയറ്റി വെക്കണം. എന്നിട്ട് നമുക്കിത് ഓൺ ചെയ്യാമേ. ഇത് കയറ്റി വെച്ചതിന് ശേഷം മാത്രം ഓൺ ചെയ്യുക. ഇതിലേക്ക് നമ്മളിനി 180 ഡിഗ്രി ആക്കുക. 180 or 185 കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് കൊടുക്കാവേ. 185 കൊടുത്തിട്ട് നമുക്കൊരു 10 മിനിറ്റ്സ് കൊടുക്കാം. 10 or ഞാൻ പറയാം ഒരു 6 കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഒരു സൈഡ് നമുക്ക് ഫ്രൈ ചെയ്യാം. ലെറ്റ്സ് സീ. അപ്പം ഞാൻ നേരത്തെ കാണിച്ചില്ലേ, ഇവിടാണ് അതിൻ്റെ ഡിഗ്രി നമ്മൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. ഇവിടെ ഇതിൻ്റെ ടൈമിംഗ് ആണ് ഞാൻ ചെയ്തത്, കണ്ടില്ലേ? ഇതിൻ്റെ അതിൻ്റെ ടൈമിംഗ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഇവിടാണ് അതിൻ്റെ പവർ ഓൺ ചെയ്യുന്നത്. ഇത്രയും മെക്കാനിസം മാത്രം അറിഞ്ഞിരുന്നാൽ മതിയേ. നമ്മളിതിപ്പം ഒരു 7 മിനിറ്റല്ലേ വെച്ചിരിക്കുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു റീഡിങ്സ് ഇവിടെ കാണിക്കും, 6-7 മിനിറ്റ് എന്നുള്ളത്. ഇപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞു, അതാണ് 6 മിനിറ്റ്. 185 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളിത് വെച്ചിരിക്കുന്നത്. അപ്പം ഇൻ ബിറ്റ്വീൻ നമുക്കൊരു 4 മിനിറ്റോ അല്ലെങ്കിൽ ഒരു ഒക്കെ കഴിയുമ്പോഴത്തേക്കിനും 4 മിനിറ്റ് എന്നുള്ള റീഡിങ് കാണിക്കുമ്പോഴത്തേക്കിനും നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഇത് ഏത് രീതിയിൽ ഏത് അവസ്ഥയിലാണ് ഇരിക്കുന്നത് എന്നുള്ളത്. നമുക്കിത് ജസ്റ്റ് ഓപ്പൺ ചെയ്യാം വിതൗട്ട് എനി സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യുന്നതിന് മുന്നേ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ്. നമുക്കിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒന്ന് പുൾ ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് നോക്കാം, കണ്ടോ? ഇത് ഇത്ര ആയിട്ടേ ഉള്ളൂ. അപ്പം ഈ സൈഡൊന്നും നല്ലതായിട്ട് ഒരു ഫ്രൈ പോലെ ചെറുതായിട്ടായി വരുന്നുണ്ട്. ഇനിയും കുക്കാവാനുണ്ട്. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ടൈമിംഗ് കൂട്ടി കൊടുക്കുക, കുറച്ച് കൊടുക്കുക ഒക്കെ ചെയ്യും. ഈ ഒരു രീതിയിലേ ഓപ്പൺ ചെയ്യുന്ന ഇടയ്ക്ക് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിത് അധികം കരിഞ്ഞു പോവാതിരിക്കാനുള്ള ഒരു പിന്നെ എന്താ പറയുക ഒരു സഹായം കൂടിയാണ്. ഇങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. തുറന്നു നോക്കുന്നുണ്ട് ഈ സെറ്റിങ്സ് ഒന്നും മാറത്തുമില്ല, അത് ഓഫായി പോകത്തുമില്ല, ഒന്നും സംഭവിക്കത്തില്ല. ഇൻ ബിറ്റ്വീൻ നമുക്കിത് തുറന്നു കൊടുത്ത് നോക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല.
ഇതിപ്പം ഓഫ് അതിൻ്റെ ഫുൾ ടൈമിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. അതാണ് ഇത് ഈ ഒരു അവസ്ഥയിലെത്തി. ഞാനൊന്നും ഓഫൊന്നും ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഇങ്ങനെ തന്നെ വന്ന് നിൽക്കും. ഇത് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇത്രയും ഒരു കുക്കായിട്ടുണ്ട്. എന്തായാലും ഇത് സംഭവം വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അതിന് കുറച്ച് നേരം കൂടെ നമ്മൾ വെക്കണം. അപ്പം നമുക്കതിൻ്റെ ടൈമിംഗ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം ഞാൻ ഇത് അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ട് ഈ ഒരു ബ്രഷ് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഞാൻ ഇതൊന്ന് തിരിച്ചിട്ടിട്ട് ഇനി നമുക്ക് ഈ സൈഡൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനും ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഒന്ന് ഇതാക്കുമ്പോഴത്തേക്കിനും ഡിഗ്രി വരും. നമുക്കൊരു 85 കൊടുത്തിട്ട് ഒരു 5 or 6 minutes കൊടുക്കാവേ. വേഗം ചെയ്യണം. ഓക്കെ, അപ്പോഴത്തേക്കിനും ഇത് ഓണായി. ഒരു ഓക്കെ 7 കൊടുക്കാം. 7 കൊടുത്തിട്ട് നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഡിഗ്രി കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഫ്രൈഡ് ആയിട്ട് വരണമല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇതിനൊരു ഫിക്സഡ് ഒന്നും എനിക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ ഇതൊക്കെ അറിയാവുന്നവർ ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റായിട്ട് ചെയ്യുന്നവരുണ്ടാകും. ഞാനിങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത്. ഇൻ ബിറ്റ്വീൻ ഞാൻ തുറന്ന് നോക്കും, ഡിഗ്രിയൊക്കെ ചേഞ്ച് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. ഞാനൊരു 185-190 ഡിഗ്രിയിലൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് ചില സമയത്ത് അതൊക്കെ കറക്റ്റായിട്ട് വരാറുണ്ട്. അപ്പോൾ നോക്കാം എന്താകും അവസ്ഥയെന്നേ. ഇതിപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡ് തിരിച്ചിട്ടിട്ട് 7 മിനിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇതിപ്പോൾ രണ്ടാമത്തെ സൈഡ് നമ്മൾ തിരിച്ചിട്ടിട്ട് ഒരു ഇതിൻ്റെ എല്ലാം ഓഫായിരിക്കുക. ഐ മീൻ ഇതിൻ്റെ ഒരു റീഡിങ്സൊക്കെ ഇപ്പോൾ കാണത്തില്ല, ചുമന്ന ലൈറ്റപ്പോൾ കത്തും. അപ്പോൾ ഒരു സൗണ്ടൊക്കെ വരും, കീ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത അവസ്ഥയിൽ എത്തിയാൽ നോക്കാം. സൗണ്ടൊക്കെ ഉണ്ട്. എന്നാലും നമുക്ക് എനിക്ക് ഇത് ഇത്രയും ഒരു ഇതിൽ കഴിക്കാനാണ് സാൽമൺ ഇഷ്ടം. ബിക്കോസ് ഇതൊരു ജ്യൂസി ഫിഷ് ആയതുകൊണ്ട് ഒത്തിരി ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജ്യൂസൊക്കെ നഷ്ടപ്പെടും. അതിൻ്റെ ഒരു ഫാറ്റ് കണ്ടൻ്റ് ഇല്ലേ, അതൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഇത് നല്ലപോലെയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഇത് മതി. ഇതാണ് എൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പാകം. ഇതിൽ കൂടുതൽ ഒന്ന് ഫ്രൈ ആവണമെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇത് ക്ലോസ് ചെയ്യുക. എന്നിട്ട് വീണ്ടും നമ്മൾ അപ്പോഴത്തേക്കിനും ഇത് ഒന്നുകൂടെ ഓണായിട്ട് പിന്നെ ഒന്നും കൂടെ ഞെക്കുമ്പോഴത്തേക്കിനും ഈ ഡിഗ്രീസ് ഇവിടെ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് 180-ലോ 150-ലോ 180-ലോ 185-ലോ 190-ലോ ഒക്കെ വെച്ചിട്ട് നമുക്കൊന്നും കൂടെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ഫ്രൈ ആയിട്ട് കിട്ടും. എന്നിട്ട് തിരിച്ചിടാം. പിന്നെ ആ സെയിം പ്രോസസ്സ് ഒന്നും കൂടെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. അതർവൈസ് നമുക്ക് എനിക്ക് ഈ ഒരു ഇതിൽ തന്നെ കിട്ടിയാൽ മതി. അതുകൊണ്ട് ഞാനിതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാമെന്നേ. അപ്പം ഞാനത് സ്വിച്ച് അങ്ങ് ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്യുക. അതെങ്ങനെ എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്ലാബ് അങ്ങോട്ട് നീക്കിയിട്ട് ഇവിടെ ഇതെങ്ങനെ ഒന്ന് പ്രസ് ചെയ്യണം. ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, അതിങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ടൊന്ന് പൊക്കിയാൽ മതി. അതിപ്പോൾ ഇങ്ങനെ ഇളകി വരും. ക്ലീൻ ചെയ്യണമെങ്കിൽ ഇത് എടുത്തിട്ട് സെപ്പറേറ്റ് ആയിട്ട് ക്ലീൻ ചെയ്യാം. അങ്ങനെയാണ് അത്. ജസ്റ്റ് ചെറിയ ഒരു ലിക്വിഡിൻ്റെ ഡിഷ് വാഷർ വെച്ചിട്ട് നമുക്ക് സ്പോഞ്ചില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് വെച്ചിട്ട് നമുക്കിത് ക്ലീൻ ചെയ്യാം. ഈ ഭാഗത്തോട്ടൊന്നും വെള്ളം വരാതെ അകത്ത് ജസ്റ്റ് ഒന്ന് നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും. അങ്ങനെ നമുക്കിത് ക്ലീൻ ചെയ്യാം. ഇങ്ങനെയാണ് ഫിഷ് ഞാൻ സാൽമൺ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഈ ഒരു പാകം മതി എനിക്ക്. അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി വേറെ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ഈ ഒരു രീതിയിലാണ് ഫ്രൈ ചെയ്ത് എടുക്കുന്നത്. എനിക്ക് ഈ ഒരു രീതിയിലാണ് ഇഷ്ടം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല നല്ല കമൻസും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ അതും ഒന്ന് പറയണേ. ഓക്കെ.